വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ട് കല്ലെറിഞ്ഞ് ജയ് വിളിച്ചിട്ടാണ് എല്ലാവരും കൂടെ വരുന്നത്. നമുക്കറിയാമല്ലോ ഒരാളെ കൊണ്ടുവരാൻ. അവർക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന് ഈശോയെ കുറ്റപ്പെടുത്തണം എന്നുള്ളത്. അപ്പം ഭയങ്കരമായിട്ട് ഇവളെ വിളിച്ച് വലിച്ച് കല്ലെറിഞ്ഞ് കൊണ്ടിരുന്ന ഒരു സംഭവം നമുക്ക് വചനത്തിൽ കാണാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, കല്ലെറിഞ്ഞു കൊണ്ടുവരുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട്. ഇവിടെ മനസ്സിൽ ഈശോയുടെ മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ ഈശോ എന്ത് പറയും? ഈശോ നീതിമാനാണ്, സത്യം, അവൻ തെറ്റല്ലേ ചെയ്തത്, കൊണ്ടുപോയി കല്ലെറിയൂ എന്ന് പറഞ്ഞിട്ടാണ് അവളും വിചാരിച്ച അവിടം വരെ വരുന്നത് അല്ലേ? പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയിൽ കണ്ടാൽ നമുക്കറിയാം ഓടി വരുന്നത് കല്ല്. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോഴോ അവളോട് ഈശോ അവസാനം ചോദിക്കുന്നുണ്ട്, അവരാരും നിന്നെ വിധിച്ചില്ലേ, കല്ലെറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയേണ്ടിയില്ല എന്ന്. ഉടനെ അവൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈശോ പറയേണ്ടത്, ഞാനും നിന്നെ ഒന്നും ചെയ്യുന്നില്ല, ഇനിമേൽ പാപമൊന്നും ചെയ്യരുതേ എന്ന് പറയുമ്പോൾ അവൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കുന്ന ഒരു നോട്ടം ഉണ്ടല്ലേ. കാരണം ജീവൻ ഈശോ തിരിച്ചു കൊടുക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ ജീവിതം മുഴുവൻ അവൾ മാറ്റിമറിക്കുകയാണ്. അവൾ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ, അവൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അവൾ ആ ഈശോ, അന്ന് നമുക്ക് ഈശോയാണെന്നോ ദൈവമാണെന്നോ ഒന്നും അറിയില്ല. സാധാരണ ഒരു പ്രവാചകനെ പോലെ ഒരാൾ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ദൈവമാണെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. അവൾ ആ മുഖത്ത് ദൈവത്തെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം. നമുക്ക് മറ്റുള്ളവരിൽ അല്ലെങ്കിൽ നമ്മിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയത്തിലെത്തുക. എവിടെയായാലും ക്രിസ്തീയ ജീവിതം വിജയത്തിലെത്തിക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകളിലൂടെ ആരുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ പറ്റണം? ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ളവരിലൂടെ നമുക്ക് ആരുടെ സ്നേഹം പകർന്നെടുക്കാൻ പറ്റണം?